കണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സ്ഥിരീകരിക്കാവുന്ന കണക്ക് എന്ന് പറയുന്നത് 265 പേർ ഈ വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 294 എന്നുള്ള കണക്കൊക്കെ സ്ഥിരീകരിക്കാത്ത കണക്കുകൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല. സ്ഥിരീകരിക്കുന്ന കണക്കുകൾ പ്രകാരം സിവിൽ ആശുപത്രിയിൽ ഇപ്പോൾ ഉള്ളത് 265 പേരുടെ മൃതദേഹങ്ങളാണ്. അതിനപ്പുറം മറ്റു പലരെയും കാണാൻ സമീപ പ്രദേശങ്ങളിൽ ഉള്ളവരെയൊക്കെ കാണാതായിട്ടുണ്ട് എന്നുള്ള പരാതികൾ അവരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യം ഉള്ളതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്ന വലിയ ആശങ്കയും നമുക്ക് ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അഹമ്മദാബാദിൽ എത്തിയിരിക്കുകയാണ്. സിവിൽ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിക്കേറ്റവരെയും അദ്ദേഹം സന്ദർശിക്കും. അതോടൊപ്പം ഈ ദുരന്തഭൂമി സന്ദർശിക്കും. കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു, മറ്റു വിവരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ സിവിൽ ഹോസ്പിറ്റലിലേക്ക് അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഉന്നതതല യോഗം കൂടി വിളിച്ചിട്ടുണ്ട്. അടിയന്തരമായി തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾ ഇന്ത്യ അതീവ ഗൗരവമായി തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലടക്കം ശ്രദ്ധിച്ച ഈ അപകടത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് അവിടെ എത്തിയിരുന്നു. അവിടെ എത്തി കാര്യങ്ങൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെയുള്ള തുടർ നടപടികൾക്കുള്ള നേതൃത്വം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമന്ത്രിയും നേരിട്ട് തന്നെ എത്തുന്നു. കാരണം ഇത് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ഇന്ത്യയിൽ നടന്ന ഈ വിമാന അപകടം വാർത്തയാവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇന്ത്യ എങ്ങനെയാണ് ഇത്തരമൊരു ദുരന്തത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ദുരന്തത്തെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമായും അതിനെ വളരെ ശാസ്ത്രീയമായും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട ഒന്നുകൂടിയാണ് ഇത്തരം ഒരു അപകടം എന്ന് പറയുന്നത്. കാരണം ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യയെ വിലയിരുത്തുന്ന ഒരു സമയം കൂടിയാണ്. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി അവിടെ ഇപ്പോൾ ആശുപത്രിയിൽ സന്ദർശനം നടത്തും. അതിനുശേഷം ഉന്നതതല യോഗം കൂടി ചേരുന്നുണ്ട്. ഓൾറെഡി അവിടെ ഇപ്പോൾ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം മറ്റ് അന്വേഷണങ്ങൾ കൂടി ഉടൻ തന്നെ ആരംഭിക്കും എന്നത് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അന്വേഷണം തുടങ്ങിയത് AAIBയുടെ അന്വേഷണമാണ്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണമാണ് തുടങ്ങിയത്. അവരുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി UK-യിൽ നിന്നും US-ൽ നിന്നും ഈ രണ്ട് രാജ്യങ്ങൾ ലോകത്തെ ഈ വ്യോമയാന രംഗത്തെ പ്രധാനപ്പെട്ട രണ്ട് സാങ്കേതിക വൈദഗ്ധ്യവും അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസും ഒക്കെയുള്ള പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങളിലെയും രണ്ട് പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ ഇത്തരമൊരു അന്വേഷണത്തിൽ സഹകരിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. UK എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് ഇത്തരം ഒരു അന്വേഷണത്തിൽ സഹകരിക്കാമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുമെന്നും അവരുടെ വിദഗ്ധ സംഘത്തെ അയക്കും എന്നും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ബോയിങ് കമ്പനി തന്നെ ഈ അന്വേഷണവുമായി ഏത് തരത്തിലുള്ള അന്വേഷണവുമായി സഹകരിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? സാങ്കേതിക തകരാറാണോ അതോ പൈലറ്റിന്റെ പിഴവാണോ അതോ ഏതെങ്കിലും തരത്തിൽ ഇനി എല്ലാ ചാൻസും അന്വേഷിക്കണമല്ലോ സ്വാഭാവികമായും. അങ്ങനെ ബോധപൂർവമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ സൂചനകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ലെങ്കിലും അന്വേഷണത്തിൽ സ്വാഭാവികമായും എല്ലാ ചാൻസും ഇനി 1% അല്ലെങ്കിൽ അതിൽ താഴെ ചാൻസ് ആണെങ്കിൽ പോലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും. ഇനി പക്ഷി ഇടിച്ചതാണോ തകരാറുണ്ടായത്? രണ്ട് യന്ത്രവും ഒരേ സമയത്ത് തകരാറായോ? ഈ പൈലറ്റിന് ഏതെങ്കിലും സമയത്ത് ഇത് അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ വിങ്സിൻ്റെ ഫ്ലാപ്പുകൾ മടക്കുന്നതിൽ ഉണ്ടായ മാറ്റം അതൊക്കെ ആളുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ബോധപൂർവമായ പിഴവാണോ, യന്ത്ര തകരാറ് ഉണ്ടായ പിഴവാണോ, അതാണോ കാരണം? പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഈ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ പിഴവുകളൊക്കെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ കൂടിയുള്ള ഒരു വിമാനമാണിത്. അപ്പോൾ എന്തായാലും അങ്ങനെ കൃത്യമായ ഏതെങ്കിലും ഒരു അപകടം കണ്ടുകൊണ്ട് ഇതുവരെ പുറത്തു വന്ന ഇന്റർനാഷണൽ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്ത വിദഗ്ധരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ വന്ന അന്താരാഷ്ട്ര തലത്തിലെ ഈ മേഖലയിലെ വിദഗ്ധരുടെ ഭാഗത്തു നിന്നോ ഇന്ന കാരണമാണ് ഈ അപകടം എന്നത് കൃത്യമായി അവർ പറയുന്നില്ല. പല പല സാധ്യതകളിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു സാധ്യത ഉണ്ടെങ്കിൽ മറിച്ച് ഈ വിമാനത്തിൻ്റെ ഇപ്പോൾ വിങ്സിലെ ഫ്ലാപ്പുകൾ മടങ്ങിയില്ലെങ്കിൽ അത് ഫ്ലാപ്പ് മടങ്ങിയില്ല എന്നത് അപ്പോൾ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഈ വിമാനത്തിലുണ്ട്. അത് ഉടൻ പരിഹരിക്കാനുള്ള സംവിധാനം വിമാനത്തിലുണ്ട്. പക്ഷേ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു എഞ്ചിൻ മാത്രമായി തകരാറിലായെങ്കിൽ ഒരു എഞ്ചിൻ കൊണ്ട് തന്നെ ഈ 15,000 അടി ഉയരത്തിൽ വരെ പറക്കാനുള്ള ശേഷിയുള്ള വിമാനമാണ് എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായ ഏതെങ്കിലും ഒരു കാരണം ഒരു വിധത്തിലും ഇതുവരെയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ അന്വേഷണം, അത്രത്തോളം സൂക്ഷ്മമായ അന്വേഷണമൊക്കെ ഇത്തരത്തിൽ ആവശ്യമാണ്. എങ്ങനെയാണ്? കാരണം ഇത്തരം വിമാനം ബോയിങ്ങിൻ്റെ 787 വിമാനങ്ങൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനികളെല്ലാം തന്നെ ഈ വിമാനം ഉപയോഗിക്കുന്ന വിമാനമാണ്. ലോകത്ത് തന്നെ ഏറ്റവും അതീവ സുരക്ഷിതം എന്ന് കരുതപ്പെടുന്ന വിമാനങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് എന്നതും ആലോചിക്കണം.
നിലവിൽ 1189 വിമാനങ്ങളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ എയർ ഇന്ത്യക്ക് തന്നെ 27 787 വിമാനങ്ങൾ, ഡ്രീം ലൈനർ വിമാനങ്ങളുണ്ട്. 1189 ഡ്രീം ലൈനർ വിമാനങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, ലോകത്തിൻ്റെ ആകാശത്തിൽ എപ്പോഴും ഏതെങ്കിലും ഒരു ഡ്രീം ലൈനർ പറക്കുന്നുണ്ടാവും. അത്രത്തോളം എപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രീം ലൈനർ എപ്പോഴും ആകാശത്ത് കാണും. അത്രത്തോളം പ്രധാനപ്പെട്ട ലോകത്തെ രാജ്യങ്ങളൊക്കെ വിശ്വാസപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ്. താരതമ്യേന ഇന്ധനക്ഷമത കൂടിയൊരു വിമാനം. മറ്റ് ഇത് 14 വർഷം മുമ്പ് ഈ വിമാനം ആദ്യമായി അവതരിപ്പിക്കുമ്പോൾ ആ വിമാനം അന്ന് ഉണ്ടായിരുന്ന വിമാനങ്ങളുടെ ഇന്ധനക്ഷമതയിൽ 20% ലാഭം കിട്ടുന്ന ഒരു വിമാനം കൂടിയായിരുന്നു. അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനത്തിൽ ഏറ്റവും അന്നത്തെ ആധുനികമായ സംവിധാനങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ ഒരു വിമാനം കൂടിയായിരുന്നു ഇത്. ഏതെങ്കിലും തരത്തിൽ യന്ത്ര തകരാറുകളോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് അപകടം ഒന്നും ഇതുവരെയും ഈ 14 വർഷത്തിനിടയിൽ ഇത്രയേറിയ സർവീസ് 1 ബില്യൺ യാത്രക്കാരുമായി സഞ്ചരിച്ചു എന്നതിൻ്റെ ആഘോഷമൊക്കെ ബോയിങ് കമ്പനി നടത്തിയതാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്രത്തോളം വിശ്വാസ്യത ഇത് വ്യോമയാന മേഖലയിൽ ഉണ്ടായതാണ്. അത്തരം ഒരു വിമാനമാണ് പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണു. പലതരത്തിൽ യന്ത്ര തകരാറുണ്ടായാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ വിമാനത്തിലുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഒന്നും പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ എന്താണ് യന്ത്ര തകരാറെന്ന് തിരിച്ചറിയാനോ ഒന്നും കഴിയുന്നില്ല. മെയ്ഡേ എന്ന് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് കോ പൈലറ്റാണ് അത് നൽകുന്നത്. മെയ്ഡേ സന്ദേശം ഏറ്റവും ഇനി മുന്നിലൊന്നുമില്ല, ലൈഫ് ത്രട്ടണിംഗ് ആണ്, ഇനി ഒന്നും ചെയ്യാനില്ല, യന്ത്രം തകരാറിലായി എന്ന് ആ തരത്തിൽ ഇനി അപകടത്തിലേക്ക് തൊട്ട് മുന്നിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഒരു വിമാനം അപകടത്തിൽ പോകുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും സിവിയർ കണ്ടീഷനിൽ നൽകുന്നൊരു സന്ദേശമാണ്. അത് സന്ദേശം നൽകുന്നു. ആ സന്ദേശം നൽകി എന്താണ് കുഴപ്പമെന്ന് പരിശോധിക്കാനോ അല്ലെങ്കിൽ അത് പറയാനോ അതിനുള്ള ഒരു സമയമൊന്നും കിട്ടുന്നില്ല. പിന്നീട് 30 സെക്കൻഡാണ് വരുന്നത്. 30 സെക്കൻഡിനുള്ളിൽ വിമാനം നേരെ തകർന്ന് വീഴുകയാണ്. വീഴുമ്പോൾ സ്വാഭാവികമായും വിമാനം ഇത്ര 700 അടി ഉയരത്തിൽ നിന്നൊക്കെ വരുന്ന വിമാനം ഇത്ര വെയിറ്റുള്ള ആ ശക്തിയിൽ പറന്നുകൊണ്ടിരുന്ന വിമാനം തകർന്നു വീഴുമ്പോൾ ഉണ്ടാകാവുന്ന അപകടം, അത് വിമാനം തന്നെ പല ഭാഗങ്ങളായി ചിഹ്നിച്ചു തുറന്നു. അത് ഒരു ബഹുനില കെട്ടിടത്തിൽ ഇടിക്കുന്നു. ഈ കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് ഇടിച്ചത്. അതിൻ്റെ മോൾ നിലയിൽ മെസ്സായിരുന്നു, അവിടെയാണ് ഇടിച്ചത്. അവിടെയാണ് 10 മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. ആ വിമാനം ഇടിച്ചു. ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് വിമാനം ഇടിക്കുമ്പോൾ വിമാനം ആ കോൺക്രീറ്റ് കെട്ടിടം തകർത്ത് വലിയൊരു കെട്ടിടം തകർത്ത്, നമ്മൾ ആ കെട്ടിടത്തിൻ്റെ വലിപ്പം ഫോട്ടോയിലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയുന്നത് സാമാന്യം വലിപ്പമുള്ളൊരു കെട്ടിടമാണ്. ആ വലിപ്പത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് വിമാനത്തിൻ്റെ ഒരു ഭാഗം എത്തി. അപ്പോൾ അത്ര പവർഫുള്ളായ ഒരു ക്ലാഷ് ആയിരുന്നു അവിടെ ഉണ്ടായത്. അങ്ങനെ വിമാനം തകരുന്നു. ആ വിമാനത്തിൽ ഇന്ധനം, ഈ യാത്ര ഇത്രത്തോളം ദൂരം യാത്ര ചെയ്യേണ്ട വിമാനമാണ്. 12 മണിക്കൂർ 14 മണിക്കൂർ തുടർച്ചയായി യാത്ര ചെയ്യേണ്ട ഒരു വിമാനത്തിനുള്ള ഇന്ധനം ഉണ്ടായിരുന്നു. ആ ഇന്ധനം വെച്ച് സ്വാഭാവികമായും കത്തി അതൊരു തീഗോളമായി മാറുകയും അതൊരു ഫർണസായി മാറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അക്ഷരാർത്ഥത്തിൽ അത്തരമൊരു ഫർണസ് ഇന്ന് കത്തുകയായിരുന്നു 1 മണിക്കൂറോളം. ആ സമയത്ത് ആരെങ്കിലുമൊക്കെ ഇനി അപകടത്തിൽപ്പെട്ട് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ ജീവൻ്റെ ഏതെങ്കിലും ഒരു അംശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ അടക്കം, അല്ലെങ്കിൽ പൂർണ്ണമായി അപകടത്തിൽ പെടുമ്പോഴും ഇതിൻ്റെ ഇടയ്ക്കിലൊക്കെ എല്ലാവരും പൂർണ്ണമായി മരിക്കണമെന്നില്ല. ചിലരൊക്കെ അവരുടെ ശരീരഭാഗങ്ങൾ കാര്യമായ കേടുപാട് പറ്റാതെയൊക്കെ രക്ഷപ്പെടാറുണ്ട്. അത്തരം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അടക്കം മരണപ്പെട്ടു പോകുന്ന അത്ര വലിയ തീഗോളമാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് ഒരാൾ മാത്രം, ഈ വിശ്വാസ് കുമാർ രമേശ് മാത്രം രക്ഷപ്പെട്ടത്. അദ്ദേഹം ഈ വിമാനം തീ പിടിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ മൈക്രോ സെക്കൻഡുകൾക്കിടയിൽ അദ്ദേഹം 11A എന്ന് പറയുന്ന ഒരു വിൻഡോ സീറ്റിൽ, എമർജൻസി ഡോറിന് അടുത്തുള്ള സീറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പുറത്തേക്ക് ചാടി എന്ന് പറയുന്നു, അല്ലെങ്കിൽ തെറിച്ച് വീണതാവാം, ചാടിയതാവാം. എന്തായാലും ആ തെറിച്ച് വീണ സ്ഥലം പോലും അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടപ്പെടുത്തുമായിരുന്നില്ല. അദ്ദേഹം വീണ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ വിമാനം വീണ് കത്തുന്നതെങ്കിൽ അപ്പോഴും ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഭാഗ്യം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മഹാത്ഭുതം എന്നൊക്കെ പറയാം. അങ്ങനെ അദ്ദേഹം ജീവൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നതുകൂടി ഇക്കാലത്തിൽ, ഈ വലിയ അപകടത്തിലും എല്ലാം ദുഃഖത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോഴും ചെറിയൊരു പ്രതീക്ഷയുടെ ഒരു കിരണം എന്നൊക്കെ പറയുന്നത് പോലെയാണ്. എല്ലാവരും 241 പേർ വിമാനയാത്ര, 242 241 പേര് മരിക്കുന്നു. താഴെ ഉണ്ടായിരുന്ന 10 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിക്കുന്നു. സാധാരണക്കാരായ മനുഷ്യർ, അവിടെ ഉണ്ടായിരുന്ന 14 പേരുടെ മരണം തിരിച്ചറിയുന്നു. ഇനിയും പലരെയും കാണാതായി. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നതിൽ കാണാതായവരുടെ എണ്ണം ഇനിയുമുണ്ട്. ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഒരാൾ മാത്രം അത്യസാധാരണമായ അത്ഭുതത്തോടുകൂടി രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതുകൂടി പറയേണ്ടി വരും. തീർച്ചയായും അത്തരത്തിലൊരു അത്ഭുതത്തിന് കൂടി നമ്മൾ ആ വലിയ ദുരന്തമുഖത്ത് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. എന്തായാലും വലിയ അപകടം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണ് ഇന്നലെ അഹമ്മദാബാദിൽ നടന്നത്. കിരൺ, നമുക്കറിയാം ഇന്നലെ നടന്ന ആ ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയാണ്. പ്രധാനമന്ത്രിയും അമിത്ഷായും എല്ലാം ഇപ്പോൾ ഗുജറാത്തിൽ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ വിജയ് രൂപാണിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, ആ കാര്യത്തിലുള്ള തീരുമാനമൊക്കെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി സിവിലിയൻ ഹോസ്പിറ്റലിലെത്തി പരുക്കേറ്റവരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്.
ഇതിൽ ഇന്നലെ തന്നെ ഈ വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ വിമാനത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉണ്ടായിരുന്നു എന്ന് 2016 മുതൽ 2021 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന BJP-യുടെ പ്രമുഖ നേതാവായ ഗുജറാത്തിന്റെ കേന്ദ്രമന്ത്രിയുമൊക്കെയായിരുന്ന വിജയ് രൂപാനി ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. യാത്രക്കാരുടെ ലിസ്റ്റിൽ വിജയ് രൂപാനിയുടെ പേരും ഉണ്ടായിരുന്നു. പിന്നീട് വന്ന റിപ്പോർട്ടുകൾ വിജയ് രൂപാനിയെ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ്, അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നത്. പക്ഷേ അപ്പോൾ തന്നെ അനൗദ്യോഗികമായി അദ്ദേഹത്തിന് മരണമടഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ വന്നിരുന്നു. പക്ഷേ നമുക്ക് അത്തരം സന്ദർഭങ്ങളിലൊന്നും തന്നെ ഔദ്യോഗികമായി സർക്കാർ ഇങ്ങനെ ഒരു മരണം സ്ഥിരീകരിക്കുന്നത് വരെ നമുക്ക് അത്തരം വാർത്തകൾ നൽകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരുന്നു എന്ന മട്ടിലായിരുന്നു റിപ്പോർട്ടുകളൊക്കെ വന്നത്. എന്നുവെച്ചാൽ അദ്ദേഹത്തെ അത്രത്തോളം ഗുരുതരമായിരുന്നു. എല്ലാവരുടെയും അവസ്ഥ ആരുടെയും അങ്ങനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വിമാനം തകർന്നപ്പോൾ അതിൻ്റെ ആഘാതത്തിൽ പലതായി ചിന്നിച്ചിതറിയ ആളുകൾ, അതിലും കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിമാനം തീ പിടിക്കുന്ന സമയത്ത് തീ പിടിച്ച് ആൾക്കാരുടെ ശരീരമൊക്കെ കത്തി കരിഞ്ഞു പോകുന്ന അവസ്ഥ, തീ പിടിക്കാത്ത മറ്റു ഭാഗങ്ങളിലൊക്കെ തെറിച്ചു വീണ ആളുകളുടെയൊക്കെയാണ് ഈ മൃതശരീരങ്ങൾ സാധാരണഗതിയിലെങ്കിലും ലഭ്യമായിട്ടുള്ളത്. പലരുടെയും മൃതശരീരങ്ങൾ ആരുടേതാണ് എന്നതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ പോലുമുണ്ട്. അത്രത്തോളം പലതായൊക്കെ മാറി. ഇനി അവരുടെയൊക്കെ DNA ടെസ്റ്റ് ഒക്കെ നടത്തി വേണം മൃതദേഹം കണ്ടെത്താൻ. ഇപ്പോൾ 242 യാത്രക്കാരിൽ 200 പേരുടെ ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ, രക്തബന്ധമുള്ള ആളുകളുടെ DNA എടുക്കുക, ആ DNAയും ഈ മൃതശരീര ഭാഗങ്ങൾ കിട്ടുന്നതിൻ്റെ DNAയും പരിശോധിക്കുക, എന്നിട്ട് അത് ഇന്ന ആളാണെന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഇനി ചെയ്യേണ്ടത്. അതൊരു വലിയ ഒരു ശാസ്ത്രീയമായ ഒരു പ്രോസസ്സാണ്. പലരുടെയും ശരീരഭാഗങ്ങൾ മുഴുവനായി ഒരു മൃതശരീരം ആ മട്ടിലൊന്നുമല്ല പലരുടെയും കിട്ടിയിരിക്കുന്നത്. പലരുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ കിട്ടിയ ഓരോ ഭാഗങ്ങളും പരിശോധിക്കേണ്ടി വരും. ആരുടെ കൈയാണ്, തലയാണിത്, ആരുടെ ഉടലാണിത്, കാലാണിത് എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും. നമുക്ക് സത്യം പറഞ്ഞാൽ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് അത്യന്തം അവരെ നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് മരണത്തെക്കാളും അതിഭീകരമാണ്. ഈ നിലയിലൊക്കെ ആളുകൾക്ക് അവസാനമായി മരണമടഞ്ഞു എന്നാൽ അവസാനമായി ഒരു നോക്കെങ്കിലും കാണുക, അല്ലെങ്കിൽ അവരുടെ മുഖമെങ്കിലും ഒന്ന് കാണുക എന്നൊരു ആഗ്രഹമെങ്കിലും ചിലപ്പോൾ ഏത് വീട്ടുകാർക്കും ഏത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷെ അതിനുപോലും കഴിയാത്ത ഒരവസ്ഥ, ഈ ഉള്ളിൽ നിൽക്കുന്ന ആ കരിഞ്ഞത് എൻ്റെ മകനാണ്, മകളാണ്, അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, സുഹൃത്താണ് എന്നൊക്കെ കരുതി ആ മൃതദേഹത്തിൻ്റെ അടുകയിൽ നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഭീകരത, അത് ഒരുപക്ഷെ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അത് വിവരിക്കാൻ കഴിയൂ. അത്രത്തോളം ഭീകരമാണ്. ഓർക്കാൻ കഴിയും, സാധാരണ നിലയിൽ നമുക്ക് അങ്ങനെ ഓർക്കാൻ കഴിയുമ്പോൾ തന്നെ ഉള്ളു വിങ്ങിപ്പോകുന്നത്ര ഭീകരതയാണ്. ഇനി അതിനാണ് നേരിടേണ്ടി വരുന്നത് എന്നതുകൂടിയുണ്ട്. ഈ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ഓരോന്നും, മൃതദേഹഭാഗങ്ങൾ എടുത്ത് ഓരോ ഭാഗമായി